ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു കമൻറ്റ് വന്നീനി, അസ്സലാമു അലൈക്കും എന്ന് മാത്രം പോരാ, നമസ്കാരം കൂടി വേണമെന്നുള്ളത്. അപ്പോൾ ആ കമൻറ്റിനെ മാനിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം എന്നും കൂടി പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇനിയുള്ള വീഡിയോയിലൊക്കെ ഞാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കാറ്ററിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നടത്താൻ കഴിഞ്ഞ് വന്ന് ബീഫൊക്കെ വാങ്ങിങ്ങാണ്ടാണ് പോകുന്നത്. ബീഫൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തങ്ങാണ്ട് വെള്ളം വരാൻ വെച്ചു. അപ്പം നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. അപ്പോൾ ഓട്ടൻ്റെ മാവൊക്കെ ഞാൻ നടക്കാൻ പോണതിന് മുന്നേ തന്നെ അരച്ച് വെച്ചു. കടല ഉണ്ടല്ലോ, അതൊക്കെ കുതിർത്തി വെച്ചതൊക്കെ വേവിച്ച് വെച്ചങ്ങാണ്ടാണ് പോയത്. അങ്ങനെ നമ്മളെ ചായയും കടയൊക്കെ ഉണ്ടാക്കുന്ന ഇടയിൽ നമുക്ക് ബീഫൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ബീഫിൽ എന്തൊക്കെയാണ് ചേർത്തുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണല്ലോ ബിരിയാണീൻ്റെ വീഡിയോയിൽ. അങ്ങനെ ബീഫൊക്കെ കുക്കറിൽ അടുപ്പത്ത് വെച്ച് നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. കുറച്ചായിട്ട് എന്നും നമ്മളെ വീഡിയോയിൽ ബീഫ് ബിരിയാണി തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മളെ ബീഫൊക്കെ വന്നിക്കണം. അതേപോലെ ഓട്ടടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതേപോലെ നെയ്ച്ചോറാക്കിയാണ് കേട്ടോ ഒന്ന് ബിരിയാണി വെക്കണത്. അപ്പോൾ വെള്ളമൊക്കെ ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം തോതിൽ അങ്ങനെ ഒഴിച്ച് കൊടുത്തേക്കണത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തിളച്ചപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഓട്ടറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ കണ്ട നമ്മളെ മസാലയിലൊക്കെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി വരും. അപ്പോൾ വെള്ളം ഉണ്ട് വിചാരിച്ചാൽ നമ്മളൊരു പേടിക്കണ്ട. ഇനി നമുക്ക് ദമ്മിടുന്ന പാത്രത്തിലേക്ക് ഈ ബീഫ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്.
ചോറൊക്കെ ദമ്മിട്ട് അടുപ്പത്തേക്ക് വെച്ചിക്കണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മളെ കിച്ചൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. അപ്പം ഇത് ക്ലീൻ ചെയ്യലാണ് ഭയങ്കര ടാസ്ക്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ 11 മണിയാകുമ്പോഴത്തേന് ചോറ് കൊണ്ടുപോകാൻ ആൾ വരും എന്ന് പറഞ്ഞേക്കണ്. അപ്പോൾ നമ്മളെ ചോറ് 10 മണിയായപ്പോൾ തന്നെ റെഡി ആയിട്ടോ. നമുക്ക് അകത്തുള്ള ക്ലീനിങ് ഉണ്ട്, നമുക്കുള്ള ഫുഡ് ഉണ്ടാക്കണം, അതേപോലെ മക്കളെയൊക്കെ കുളിപ്പിച്ചൊരുക്കി അംഗൻവാടിക്ക് പറഞ്ഞേക്കണം. അങ്ങനെ ഇനി കുറച്ച് ജോലി നമ്മളതായിട്ടുണ്ട്. അംഗൻവാടിക്ക് പോകുമ്പോൾ എന്തായാലും ഫൈഡർമാൻ്റെ ഡ്രസ്സ് വേണമെന്ന് ഇറങ്ങാണ്ട് കരഞ്ഞ് വാശിടിച്ച് ഡ്രസ്സൊക്കെ ഇട്ടുങ്ങാണ്ട് രണ്ടാളും നല്ല സന്തോഷത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ താഴെ കടയിൽ മോനും നാണിപ്പാക്കിയൊക്കെ ഉണ്ട്. പോലെ ആരെങ്കിലും കൊണ്ടുപോയി ആക്കും. അപ്പം എന്നോട് യാത്രയൊക്കെ പറഞ്ഞ് രണ്ടാളും നല്ല സന്തോഷത്തോടു കൂടി പോവുകയാണ്. ആദുവിന്റെ ഫ്രണ്ട് ആരാ? പാത്തുവോ? ആദിന്റെ ഫ്രണ്ട് ആരാ? സാറ. ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെന്നു അതിൻ്റെ ഇപ്പോൾ ചെയ്താലോ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.